നമസ്കാരം, അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂരിൽ ഇന്ന് ഡിവൈഎഫ്ഐ ഉയരപ്പാത നിർമ്മാണ പ്രവർത്തനം തടഞ്ഞു. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ദുരിതങ്ങൾക്കെതിരെ അരൂരിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും സഹകാരികളും പണിതടയൽ സമരവുമായി ഇന്ന് സെപ്റ്റംബർ 11 ബുധനാഴ്ച രാവിലെ 11 മണിയോടെ രംഗത്തിറങ്ങി. ഉയരപ്പാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന അരൂർ സൗത്ത് പെട്രോൾ പമ്പിന് സമീപമുള്ള ദേശീയപാതയിൽ പ്രകടനവുമായി എത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തൊഴിലാളികളെ പണിയിൽ നിന്ന് പിന്തിരിപ്പിച്ചു. മുകളിലെ ഗർഡറുകളിൽ ഉണ്ടായിരുന്ന തൊഴിലാളികളെ താഴെ ഇറക്കുകയും ക്രെയിനുകളുടെ പ്രവർത്തനം നിർത്തിവയ്പ്പിക്കുകയും ചെയ്തു. ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൂണുകളുടെ നിർമ്മാണം അരൂർ ചന്തിരൂർ ഭാഗത്തേക്ക് കടന്നപ്പോൾ മാരകമായ കുഴികളും വെള്ളക്കെട്ടും ചെളിയും നിറഞ്ഞതോടെ ദേശീയപാതയിലൂടെ കാൽനട യാത്ര പോലും അസാധ്യമായിരിക്കുകയാണ്. നിർമ്മാണ സമയത്ത് ജനങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ പഠിക്കാതെയും യാതൊരു മുന്നൊരുക്കങ്ങളും എടുക്കാതെയുമുള്ള വികസന പ്രവർത്തനമാണ് അരൂരിൽ ഉയരപ്പാത നിർമ്മാണ കമ്പനിയായ അശോക് ബിൽക്കോൺ കമ്പനി നടത്തി വരുന്നതെന്ന് ഡിവൈഎഫ്ഐ ഏരിയ സെക്രട്ടറി സൂരജ് ആരോപിച്ചു. എന്നാൽ ഈ അശോക കമ്പനി ബിൽഡേഴ്സ് ഈ വർക്ക് ഏറ്റെടുത്ത കാലം മുതൽ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള യാത്രക്കാര്, അതേപോലെ തന്നെ വഴിയാത്രക്കാര്, ഇവർക്കാർക്ക് നടക്കാൻ പറ്റാതെ വാഹനങ്ങൾ ഓടിച്ചു പോകാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ മോശമായ രീതിയിലാണ് ഇവിടെ ഒരു റോഡിന്റെ നിർമ്മാണം പോലും ഒന്ന് നന്നാക്കാതെ നടത്തുന്ന ഈ പ്രവർത്തനത്തിനെതിരെയാണ് ഡിവൈഎഫ്ഐ. ഇവിടെ കളക്ടർ വന്നു, അതേപോലെ തന്നെ അശോക ബിൽഡേഴ്സിന്റെ മാനേജിംഗ് മറ്റ് അതിന്റെ പ്രധാനപ്പെട്ട ആളുകൾ വന്നു, അതേപോലെ തന്നെ മന്ത്രിമാർ വന്നു, ജനപ്രതിനിധികൾ വന്നു. നിരന്തരമായി നമ്മളിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഓരോ പൗരനും ഇവിടുത്തെ ഓരോ സാധാരണക്കാരും ഈ റോഡ് നിർമ്മാണം അതിവേഗത്തിൽ ഒന്ന് നൽകണമെന്ന്, അതേപോലെ തന്നെ ഈ പൊളിഞ്ഞു കിടക്കുന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണിയൊന്നും പുനഃക്രമീകരിച്ച് നൽകണമെന്ന് പറഞ്ഞിട്ട് തയ്യാറായിട്ടില്ല. ഇപ്പൊ ഏകദേശം ഇവിടെ 40 വരെ ആളുകൾ ഇവിടെ ഈ റോഡിന്റെ അനാസ്ഥ മൂലം മരണപ്പെട്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഡിവൈഎഫ്ഐ ഇപ്പോഴും നമുക്ക് ഉറപ്പ് തരാത്ത ഈ റോഡ് അപ്രോച്ച്, ഈ റോഡിന്റെ കുഴികളും മറ്റു എല്ലാം അടച്ചു നൽകുമെന്ന് നമുക്ക് ഉറപ്പ് തന്ന അശോക ബിൽഡേഴ്സ് ആ വാക്ക് കാലം ഇതുവരെയിട്ടും നടപ്പിലാക്കാൻ അവർ തയ്യാറായിട്ടില്ല. ബഹുജനങ്ങളെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട്, ബഹുജനങ്ങളെല്ലാം അണിഞ്ഞു നിർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ നേതൃത്വം നൽകിക്കൊണ്ട് ഈ സമരത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നുവരികയാണ്. നമ്മൾ ഇനി ഈ റോഡിന്റെ അറ്റകുറ്റപ്പണി അവസാനിപ്പിക്കാതെ ഒരു കാരണം വെച്ചാലും ഈ അശോക ബിൽഡേഴ്സിന്റെ ഈ വർക്ക് നടത്തുവാൻ അനുവദിക്കില്ല. അതിന് വേണ്ടിയിട്ടുള്ള സമര പ്രഖ്യാപനമാണ് നമ്മളുടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ സമരം നമ്മൾ അവസാനിപ്പിക്കില്ല. നമ്മൾ ഈ വർക്ക് തീർത്തുന്നത് വരെ നമ്മൾ ഈ സമരവുമായി മുന്നിലേക്ക് പോകും. തുടർന്ന് നമ്മൾ മുന്നിലേക്ക് പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സഹാക്കളുടെ മുന്നിലായി പറയുകയാണ്. ഇതിനകം നിർമ്മാണ പ്രദേശത്ത് നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും അപകടത്തിൽപ്പെട്ട് പരിക്കേൽക്കുകയും ചെയ്തു. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകളും സംഭവിച്ചു. പലതവണ നിർമ്മാണ കമ്പനി അധികൃതരുമായി വിവിധ സംഘടനകളും പഞ്ചായത്ത് അധികൃതരും ചർച്ചകൾ നടത്തിയെങ്കിലും യാതൊരു പ്രശ്ന പരിഹാരത്തിനും അവർ മുതിർന്നില്ല എന്നതാണ് വാസ്തവം. ദുരിതങ്ങൾ തുടരുന്ന സ്ഥിതിയിലാണ് ബഹുജന പ്രക്ഷോഭങ്ങൾ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആവശ്യമായ സമാന്തര പാതകൾ നിർമ്മിച്ച് ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കുന്നതുവരെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് ഡിവൈഎഫ്ഐ ഏരിയ സെക്രട്ടറി സൂരജ് ആവശ്യപ്പെട്ടു. ഇനിയും ജനങ്ങളെ പരീക്ഷിക്കുവാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ഡിവൈഎഫ്ഐ നൽകുകയാണ്. ശക്തമായ പ്രതിഷേധ സമരം മൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭാഗികമായി സ്തംഭിച്ചിരിക്കുകയാണ്. പ്രതിഷേധ സമരത്തിന് ഡിവൈഎഫ്ഐ ഏരിയ പ്രസിഡന്റ് നിഷാന്ത്, സെക്രട്ടറി സൂരജ്, CPM പ്രവർത്തകരായ അനന്തു രമേശൻ, PD രമേശൻ, NK സുരേന്ദ്രൻ,
KD ശശികുമാർ, സുനിൽ കൊട്ടാരം, സുന്ദർലാൽ, MN ബാലചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു. നാളെ അരൂർ തുറവൂർ റോഡ് യൂസേഴ്സ് ജനകീയ സമിതിയും പണിതടയൽ സമരവുമായി രംഗത്തിറങ്ങുമെന്ന് പരസ്യം നൽകിയിട്ടുണ്ട്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ബഥേൽ ചർച്ച് കുണ്ടന്നൂർ ഒരുക്കുന്ന സ്വർഗീയ സന്ദേശം 2024 സെപ്റ്റംബർ 12, 13, 14, 15 തീയതികളിൽ വൈകുന്നേരം 5:30 മുതൽ 9 മണി വരെ നടത്തപ്പെടുന്നു. പാസ്റ്റർ സണ്ണി അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിക്കും.